ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 25-ാം വാക്യം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഒരു പ്രശ്നമുണ്ട് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് നല്ല വിളവായിട്ടല്ലേ, നല്ല ഗോതമ്പായിട്ടാണ്. കാരണം നമ്മുടെയൊക്കെ ഹൃദയത്തില് നന്മ വിതച്ച് എൻ്റെ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടേക്കുക. പക്ഷെ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തില് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശത്രു വന്ന് നമ്മുടെ ഉള്ളില് കളകൾ വിതയ്ക്കും. ശത്രു എന്ന് പറയുന്ന ആരാ? എൻ്റെ ചുറ്റും തിന്മകളുണ്ട് കേട്ടോ. ഈ ഒരു ചിന്ത ഉണ്ടാവണം. എന്റെ ചുറ്റും തിന്മകളുണ്ട്, പൈശാചികമായ ശക്തിയുണ്ട്. ഈ പിശാചു വന്ന് എൻ്റെ ഉള്ളില് ദൈവം വിതച്ച നന്മകൾക്കൊപ്പം തിന്മകളും വിതയ്ക്കുന്നു, ഗോതമ്പിനൊപ്പം കളകളും വിതയ്ക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ബോധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ചുറ്റും തിന്മകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഈ തിന്മകളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? എപ്പോഴാണ് ഈ ശത്രു വന്ന് കള വിതച്ചത്? ആളുകൾ ഉറക്കമായ ഒരലസത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഇതാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത് നല്ല വ്യക്തികളായിട്ടാ, നന്മ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാ. നല്ല വ്യക്തികളായിട്ട് ഈശോ പറഞ്ഞു വിടുമ്പോഴും പലപ്പോഴും നമ്മുടെയൊക്കെ തിന്മകള് കടന്നു വരുന്നത് എപ്പോഴാണ്? ശത്രു വന്ന് വിതയ്ക്കുന്ന അലസത ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ. ജാഗ്രത നഷ്ടപ്പെട്ടു പോകുമ്പോൾ അപകടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെ. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിയാൽ എന്താ പറ്റുന്നത്? അപകടം സംഭവിക്കും. ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ ശ്രദ്ധ കുറയുമ്പോൾ, അലസത കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരും. പിശാച് കടന്നു വന്ന് എൻ്റെ ഉള്ളിലുള്ള നന്മ നശിപ്പിക്കും. സ്നേഹമുള്ളവരെ, ഈ ബോധ്യം നമുക്കുണ്ടാവണം. ചുറ്റും തിന്മകളുണ്ടേ എന്നുള്ള ചിന്ത, ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ജാഗ്രതയോടുകൂടി, ഉണർവോടുകൂടി ഉണ്ടായിരിക്കണം. ഈ പൈശാചികമായ ശക്തികള് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി അവയെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ഗോതമ്പ് അതിൻ്റെ 100 ഫലം പുറപ്പെടുവിക്കുക. ഇല്ല എങ്കിൽ എൻ്റെ ഉള്ളില് കളകൾ വളരും, എൻ്റെ ഉള്ളില് തിന്മകൾ വരും. എൻ്റെ ജീവിതത്തിലെ നന്മ നഷ്ടപ്പെട്ട ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ തിരസ്കരിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഉള്ളിൽ വളരുന്നത് നന്മയാണോ തിന്മയാണോ? കളകൾ ഉണ്ടെങ്കിൽ അത് പറിച്ച് കളയണം കേട്ടോ. എപ്പോഴാണ് ഈ കള പറിക്കാനായിട്ടുള്ളൊരു അവസരം എൻ്റെ ദൈവം തന്നിട്ടുണ്ടല്ലേ? എന്താണത്? എൻ്റെ ഉള്ളിലെ തിന്മകൾ കഴുകിക്കളയാനായിട്ട് കുമ്പസാരം എന്ന് പറയുന്ന ഒരു കൂടാശ എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ഈ കളകള്, ഈ തിന്മകള് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പറിച്ച് കളയാനായിട്ട്, ഒരിക്കലും കളകളുമായിട്ട് ഈ തിന്മകളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും. അത് പറിച്ചു കളഞ്ഞിട്ട് എൻ്റെ ഗോതമ്പ് നന്മകള് വളർത്താനായിട്ട്, പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ഈ ഗോതമ്പിനിടുന്ന വളം പോലും ആരാ തിന്നുന്നത്? ഈ കളകൾ തിന്നും. നന്മ വളർത്താനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പോലും ഈ തിന്മ മൂലം എൻ്റെ ജീവിതത്തിലെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഉള്ളിലുള്ള തിന്മകളെ കഴുകിക്കളയുവാനായിട്ട്, ജാഗ്രതയോടുകൂടി അപകടങ്ങളെ തരണം ചെയ്യുവാനായിട്ട്, കുമ്പസാരം എന്ന് പറയുന്ന കൂടാശയിലൂടെ ഹൃദയം ശുദ്ധമായിട്ട് ദൈവസന്നിധിയിൽ അവർക്ക് പ്രിയപ്പെട്ടവനായിട്ട് വളരുവാനായിട്ട്, അങ്ങനെ ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടുകൂടി നിർവഹിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.